മകളുടെ ഹസ്ബൻഡുമായി സെക്സിൽ ഏർപ്പെടേണ്ടി വന്ന ഒരു അമ്മായിയമ്മയുടെ സ്റ്റോറിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിങ്ങനെ ഒരു കേസ് കാണുന്നത്. ഒരുപാട് ഇങ്ങനത്തെ റിലേറ്റഡായ കേസുകൾ വരാറുണ്ട്. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അമ്മായിയമ്മയാണ് ആദ്യം എൻ്റെ ക്യാബിനിലേക്ക് വന്നത്. മോളും മോളുടെ ഭർത്താവും കുട്ടിയൊക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മ ആദ്യം ക്യാബിനിലേക്ക് വന്നു. എൻ്റെ അടുത്ത് വളരെ ചിരിച്ചൊക്കെ പറഞ്ഞു, മാമിനെ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് മാമിനെ പറ്റി ഞാൻ അറിയുന്നത്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം മാഡത്തിനെ കാണാൻ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് 1 വർഷത്തോളമായി. ഞാൻ ആകെ കുടുങ്ങി നിൽക്കുകയാണ്. മാം എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇവിടെ ഇരിക്കണ ഈ കൈ ഇങ്ങനെ, ഇവിടെ ലേഡി ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചു, 2 കൈയും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ രക്ഷിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കെഞ്ചെന്നൊക്കെ പോലെ. ഒരു നല്ല ഏജൊക്കെ ഉണ്ട് ഈ ലേഡിക്ക്, ഒരു 55 ഒക്കെ ഉണ്ടാവും ചിലപ്പം, അത്രയും ഏജൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് പരിഹാരമാക്കാം, എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ജീവിതം ആകെ കുളമായിരിക്കുകയാണ്. എൻ്റെ മോള് പാവം, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. എന്നെ ഭർത്താവ് ഒരുപാട് വർഷങ്ങളായി ഉപേക്ഷിച്ച് പോയ ഒരാളാണ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ മോളാണ് എല്ലാം. മരുമകൻ നല്ല അടിപൊളിയാണ്, അവനാണ് എല്ലാ ജോലി ചെയ്ത് വന്ന് കാശ് കൊണ്ടുവരുന്നതും എല്ലാ കാര്യങ്ങളും വീട്ടിലെ നോക്കുന്നതും. എൻ്റെ മോളെ നല്ലപോലെ നോക്കും, കുട്ടീനെ നോക്കും, എല്ലാവർക്കും കുടുംബക്കാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെന്താ പ്രശ്നം? അയ്യോ മാഡം എന്നെ രക്ഷിക്കണം, മാം ഇല്ലാണ്ട് എനിക്ക് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ കാര്യം പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നി എന്തോ സെൻസിറ്റീവായ എന്തോ കാര്യമാണ്, എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാഡം മോള് സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു. ഒരു മാസം മുന്നേ സൂയിസൈഡിന് കൈ മുറിക്കാൻ ശ്രമിച്ചു. ഞാൻ കണ്ടു, പിടിച്ചു വെച്ചു. അവൾ ഭയങ്കര ഡിപ്രഷനിലാണ്. ഇപ്പം മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്, എന്നാലും ഒരു കുറവുമില്ല. ഭയങ്കര ഡിപ്രഷനിലാണ് അവൾ. ചിലപ്പം ചൂടാവും, ചിലപ്പം എന്താ ചെയ്യേണ്ട അറിയില്ല. അപ്പം എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇവരുടെ സ്റ്റോറി പറയാൻ തുടങ്ങിയത്. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ചെറിയൊരു കുട്ടിയുണ്ട്. ഇവർ അറേഞ്ച് മാരേജ് ആണ്. അപ്പം ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന്, മോളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഒരു 2 ഇയേഴ്സൊക്കെ കഴിഞ്ഞ നേരം ഈ ഉമ്മയോട്, അതായത് അമ്മായിയമ്മയോട് ചെറിയ രീതിയിലേക്ക് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും. ഉമ്മ ഇല്ലാണ്ട് പറ്റൂല, ചായ കൊടുക്കാനും ഉമ്മ മതി, ചോറ് കൊടുക്കാനും ഉമ്മ മതി, എല്ലാത്തിനും ഉമ്മ മതി എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതായത് ഒരു മദർ ഫിഗറിനോട് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ സൈക്കോളജിസ്റ്റുമാർക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരാളുടെ പേര് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ടാണ്. അതായത് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് സ്വന്തം അമ്മയോട് ഭയങ്കരമായ സ്നേഹം കാരണം അച്ഛനോട് ഭയങ്കര വൈരാഗ്യം തോന്നിയും എനിമിറ്റി തോന്നിയും അങ്ങനെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുകയും കൊലപാതകമൊക്കെ ചെയ്ത ആൾക്കാരുടെ കഥയാണ്. അതിനെയാണ് നമ്മൾ എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള, അതായത് പെൺകുട്ടിയാണെങ്കിൽ ഫാദറിനോട് സ്നേഹവും അല്ലെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ അമ്മയോട് സ്നേഹവും തോന്നിയിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെ, അച്ഛനോടാണ് സ്നേഹമെങ്കിൽ അമ്മയെ കൊല്ലാൻ തോന്നുക, അല്ലെങ്കിൽ അമ്മേനോട് ഭയങ്കര വൈരാഗ്യവും വിരോധവും തോന്നുക, അങ്ങനെയുള്ള ഒരു കഥേനെ, അങ്ങനെയുള്ളൊരു കാര്യത്തിനെയാണ് നമ്മൾ എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കാര്യം കേൾക്കുമ്പോൾ ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് പറയാം, അതായത് ഈ മദർ ഇൻ ലോ എന്നോട് പറയാണ്, മരുമോനെ ഞാനില്ലാണ്ട് തീരെ പറ്റൂല, അവൻ എന്തിനും മരുമോന് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണം. മോള് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഇല്ലേ അവിടെ, ഉമ്മ എടുത്ത് തന്നാൽ മതി, ഉമ്മ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. അപ്പം ഞാനും വിചാരിച്ചു അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലോസ് ഒന്നും ആയിട്ടില്ല. ഇവനെ തന്നെ കുട്ടിപ്രായത്തിൽ തന്നെ എല്ലാം കുട്ടികൾ തന്നെ സ്വന്തം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പാരൻസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പ് പാരൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഉമ്മ ഇങ്ങനെ താലോലിക്കുമ്പോഴും താലോടുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ടൊരു സ്നേഹം ഉമ്മേനോട് കാണിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ മോള് അത് കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താ ചെയ്യുക, അപ്പം ഞാൻ മരുമോളും ഹസ്ബൻഡ് മോനെ പോലെ ആയി. ഉമ്മ ചില സമയത്ത് ഇവർ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഉമ്മേൻ്റെ മടിയിൽ അവൻ കിടക്കും, മരുമോനാണ് കേട്ടോ, മടിയിൽ കിടക്കും,
തലയോടി കൊടുക്കും, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റാർട്ടാവാൻ തുടങ്ങി. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാ കാര്യത്തിനും ഇപ്പം അവൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അവൾ അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കലില്ല. എന്താ വെച്ചാൽ ഉമ്മയാണ് നോക്കുക എല്ലാ കാര്യങ്ങളും, ഡ്രസ്സ് എടുത്തു കൊടുക്കുക, പിന്നെ എന്താ പറയുക അയലിട്ടിരിക്കണം എന്തെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുക, കയറി വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കുക. ഇങ്ങനത്തെ ഭാര്യ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉമ്മ ചെയ്താൽ മതി എന്നാണ് ഇയാൾ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തിലൊക്കെ അത് ഉമ്മേനോടുള്ളൊരു സ്നേഹവും ശരിക്കുള്ളൊരു ഉമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിനെ കൊണ്ടാണ് എന്നാണ് മാഡം ഞാൻ വിചാരിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് അത് കുറച്ച് കൂടിപ്പോയി. ഞാൻ അന്നേരെ നിർത്തണമായിരുന്നു. നമ്മളെ മതത്തിലൊക്കെ പറയുന്ന പോലെ മരുമോനായിട്ട് തന്നെ കാണണം, മോനല്ല, രക്തബന്ധമല്ല ഉമ്മയ്ക്ക്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മകനായാൽ പോലും ഉമ്മയ്ക്ക് കൂടുതൽ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹറാമാണ് എന്ന് പറയൂലേ, ആ ഒരു രീതിയിലേക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല. അവന് അങ്ങനെ ഭയങ്കര ഒരു സൗഹൃദം പോലെയൊക്കെ ആയി. പിന്നെ മോളെ നല്ലോണം നോക്കും, മോളുമായിട്ടുള്ള ജീവിതത്തിലായാലും മോളെ കുട്ടീനെ നോക്കുന്നതിൽ കുടുംബത്തിലൊക്കെ ആയാലും പിന്നെ എല്ലാ പൈസയും കാര്യങ്ങളും ചിലവാക്കും. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണത്തിന് വരെ ഇവനാണ് എല്ലാ കാര്യം ചെയ്യുക, സ്വർണം മേടിച്ചു കൊടുക്കുക. ഇവന് അത്യാവശ്യത്തിന് നല്ല ബിസിനസ്സും കാര്യങ്ങളും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മോനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ സൈക്കോളജിസ്റ്റായ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്താണ് കാര്യം, ഇപ്പോൾ എഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പക്ഷേ എനിക്ക് ചെറിയ രീതിയിലേക്ക് ഒരു സംശയം തോന്നി, എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടാവുമോ, ഇവർക്ക് എന്താണ് ഇത്ര ഒരു ഡിപ്രഷൻ പോലെ മൂക്ക് വന്നു ഇവർക്ക് വന്നു എന്നൊക്കെ പറയാൻ കാരണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മദറിലോ എൻ്റെ മുന്നിലിരിക്കുന്ന ക്ലൈൻറ്റ് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കാര്യം പറയായിരുന്നു. മാഡം, പാടില്ലാത്ത കുറേ സാധനങ്ങൾ നടന്നു എന്ന് മാത്രമല്ല 2-3 വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിങ്ങനെ കിച്ചണിലിരിക്കുമ്പോൾ അവൻ വന്നിരിക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിന് നോ പറയാൻ പറ്റിയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിലിരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും, ആ തണേൻ്റെ മേലെ കയറിയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്കും അതൊരു എന്താ പറയുക, എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു ഹസ്ബൻഡിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അവനങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കമ്പനി ഞാനും എൻജോയ് ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ മാറി, ഇങ്ങനെ എന്നെ കൂട്ടിപ്പിടിക്കുകയും പിന്നെ ഭയങ്കരമായി ഒരു ലസ്റ്റൊക്കെ ഉള്ള പോലെ, ഒരു റൊമാൻസൊക്കെ ഉള്ളത് പോലെ ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് വഴി തരാണ്ട് ഞാൻ അങ്ങനെ ഇടിച്ചുരുമ്മി പോകുന്ന പോലത്തെ ഒരു സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും, റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് ഡോറിന് നോക്ക് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അന്നേരത്തെ ഒരു രീതിയിലേക്ക് ഞാനതത്ര സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായ സമയത്തിൽ എന്നെ ഈ ലേഡി പറഞ്ഞിരുന്നത് പാടില്ലാത്തൊരു കാര്യമാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. ഇവർ ഭയങ്കരമായി കരയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലൊരു സെക്ഷൽ ആവശ്യം ഈ മരുമോൻ ചോദിച്ച സമയത്ത് ഉമ്മ നോ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായി പൊട്ടി കരഞ്ഞ് കുഞ്ഞു പിള്ളേരെ പോലെ കരയുകയും ഞാൻ ഒന്നും ഫുഡ് കഴിക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കുകയും കരഞ്ഞിരിക്കുകയും ജോലിക്ക് പോകാണ്ടൊക്കെ ആയപ്പം എൻ്റെ മോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്താ പറ്റിയത് കാക്കയ്ക്ക്, എന്താണ് ഉണ്ടായത്, എന്താണ് ഫുഡ് കഴിക്കാത്ത, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെന്തോ ബിസിനസ്സിൽ എന്തോ ടെൻഷനോ കാര്യമോ എന്തോ ആണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അത്രയേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവിച്ചു. അപ്പോൾ ഇവൾ അറിയുമോ എന്നുള്ള പേടിക്ക് അന്ന് ഞാൻ അതിനും സമ്മതിച്ചു. ഞാൻ സമ്മതിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ ജോലിക്കൊക്കെ പോയി, അവൻ റെഡിയായി. പിന്നീട് ഇതേപോലെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവളെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുക, ഇവളുടെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തുന്ന പോലെ. അതായത് ഉമ്മ എനിക്കിതിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോളെ നോക്കൂല, ഞാനൊന്നും ചെയ്യൂല, ഞാൻ ജോലിക്ക് പോകൂല, പക്ഷെ ആരോടിത് പറയുന്നോ അല്ലെങ്കിൽ ഞാൻ ത്രെട്ടണിങ് ഒന്നുമല്ല. അപ്പം ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉമ്മേനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യിപ്പിച്ചതൊന്നുമല്ല. ഇവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉമ്മയും ഈ മരുമോനുമായി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഇവരൊരു ഭാര്യ ഭർത്താവിനെ പോലെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഉണ്ടായത്. ഒരു
1 month ബാക്ക് ഇങ്ങനെ കുറേ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കുറേ കാലം കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഇത് നിർത്തണോ എന്നുള്ള രീതിയിലേക്ക് കുറേ സമയം നിർത്താൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഈ അമ്മായിയമ്മ ചെയ്ത് നോക്കിയും പക്ഷെ അതൊന്നും നിർത്താൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വന്നില്ല. അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ മോക്ക് എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ച് ഈ ലേഡി ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി. അത്രയൊന്നും ഭയങ്കര റിലീജിയസ് ആയ ഒരാളായിരുന്നില്ല ഈ ലേഡി ആദ്യം. ಎಲ್ಲರಿಗೂ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಇಂದು ನಾನು ನಿಮಗೊಂದು ಅತ್ಯಂತ ಗಂಭೀರವಾದ ಹಾಗೂ ಪ್ರತಿಯೊಂದು ಕುಟುಂಬವು ಕಡ್ಡಾಯವಾಗಿ ತಿಳಿದುಕೊಳ್ಳಬೇಕಾದ ವಿಷಯದ ಬಗ್ಗೆ ಮಾತನಾಡಲಿದ್ದೇನೆ. ಈಗ ತಾನೇ ನೀವು ನೋಡಿದ ವಿಡಿಯೋ ಕ್ಲಿಪ್ನಲ್ಲಿ ಒಬ್ಬ ಕ್ಲಿನಿಕ್ ಸೈಕಾಲಜಿಸ್ಟ್ ತಮ್ಮ ಬಳಿಗೆ ಬಂದ ಒಂದು ನಿಜವಾದ ಕೇಸ್ ಸ್ಟಡಿಯ ಬಗ್ಗೆ ವಿವರಿಸಿದ್ದಾರೆ. ಅತ್ತೆ ಮತ್ತು ಅಳಿಯನ ನಡುವೆ ನೈತಿಕ ಗಡಿಯನ್ನು ಮುರಿದು ಬಿದ್ದು ಒಂದು ಇಡೀ ಕುಟುಂಬವೇ ಮಾನಸಿಕ ಹಾಗೂ ನೈತಿಕವಾಗಿ ಹೇಗೆ ನಾಶವಾಯಿತು ಎಂಬುದನ್ನು ಅಲ್ಲಿ ಹೇಳಲಾಗಿದೆ. ಬಂಧುಗಳೇ, ಇಂತಹ ಕೆಟ್ಟ ಪರಿಸ್ಥಿತಿಗೆ ಮುಖ್ಯ ಕಾರಣವೇನು ಗೊತ್ತಾ? ಮರ್ಯಾದೆ ಮತ್ತು ಗಡಿಗಳನ್ನು ಮರೆಯುವುದು. ನಾವು ಸಾಮಾನ್ಯವಾಗಿ ಅಳಿಯ ಎಂದರೆ ಸ್ವಂತ ಮಗನಿದ್ದಂತೆ ಅಥವಾ ಸೊಸೆ ಅಂದರೆ ಸ್ವಂತ ಮಗಳಿದ್ದಂತೆ ಎಂದು ಹೇಳುತ್ತೇವೆ. ಆದರೆ ಆ ಪ್ರೀತಿಯ ನೆಪದಲ್ಲಿ ಇರಬೇಕಾದ ಮರ್ಯಾದೆ, ಅಂತರ ಹಾಗೂ ಪ್ರೈವಸಿಯನ್ನು ಮರೆತಾಗ ಇಂತಹ ಅಪಾಯಗಳು ಎದುರಾಗುತ್ತವೆ. ಅನಾಗತ್ಯ ಏಕಾಂತ, ಮನೆಯಲ್ಲಿ ಯಾರೂ ಇಲ್ಲದಿದ್ದಾಗ ಅತ್ತೆ ಅಳಿಯ ಅಥವಾ ಮಾವ ಸೊಸೆ ಸುಮ್ಮನೆ ಏಕಾಂತದಲ್ಲಿ ಕಾಲ ಕಳೆಯುವುದು ಶೈತಾನಿಗೆ ದಾರಿ ಮಾಡಿಕೊಟ್ಟಂತೆ. ಮಾನಸಿಕ ವಿಕೃತಿ ಮನಶಾಸ್ತ್ರದ ಪ್ರಕಾರ ನಿಷೇಧಿತ ಅಥವಾ ಕಳ್ಳತನದ ಸಂಬಂಧಗಳಲ್ಲಿ ಸಿಗುವ ರೋಮಾಂಚನಕ್ಕೆ, ಥ್ರಿಲ್ಲಿಂಗ್ ಎಫೆಕ್ಟ್, ಮನುಷ್ಯ ಬೇಗ ವ್ಯಸನಿಯಾಗುತ್ತಾನೆ. ಈ ರೀತಿಯ ಅಶ್ಲೀಲತೆ ಮತ್ತು ಅನೈತಿಕತೆಯಿಂದ ರಕ್ಷಣೆ ಪಡೆಯಲು ಇಸ್ಲಾಂ ಧರ್ಮವು 1400 ವರ್ಷಗಳ ಹಿಂದೆಯೇ ಕಟ್ಟುನಿಟ್ಟಿನ ಮಾರ್ಗದರ್ಶನ ನೀಡಿದೆ. ವಲಾ ತಕರಬು ಜಿನಾ ಇನ್ನಹು ಕಾನ ಫಾಯಿಶತನ್ ವಸಾಅ ಸಬೀಲ. ಅಲ್ಲಾಹು ಕುರ್ಆನ್ನಲ್ಲಿ ಸೂರಾ ಅಲ್ ಇಸ್ರಾ ಆಯತ್ತು 32ರಲ್ಲಿ ಹೇಳುತ್ತಾನೆ, ನೀವು ವ್ಯಭಿಚಾರದ ಹತ್ತಿರಕ್ಕೂ ಹೋಗಬೇಡಿರಿ, ಖಂಡಿತವಾಗಿಯೂ ಅದು ಅತ್ಯಂತ ಅಶ್ಲೀಲ ಮತ್ತು ಕೆಟ್ಟ ದಾರಿಯಾಗಿದೆ. ಅಂದರೆ ವ್ಯಭಿಚಾರ ಮಾಡುವುದು ಮಾತ್ರವಲ್ಲ, ಅದಕ್ಕೆ ದಾರಿ ಮಾಡಿಕೊಡುವ ಸಣ್ಣ ಸಣ್ಣ ತಪ್ಪುಗಳಿಂದಲೂ ದೂರವಿರಬೇಕು ಎಂದು. ಕುಲ್ಲಿಲ್ ಮುಅ್ಮಿನೀನ ಯಗುಲ್ಲೂ ಮಿನ್ ಅಬ್ಸಾರಿಹಿಮ್ ವಯಹ್ಫದು ಫುರೂಜಹುಮ್. ಸೂರಾ ಅಲ್-ನೂರ್ ಆಯತ್ 30ರಲ್ಲಿ ಅಲ್ಲಾಹು ಹೇಳುತ್ತಾನೆ, ಸತ್ಯವಿಶ್ವಾಸಿ ಗಂಡಸರಿಗೆ ಹೇಳಿರಿ, ಅವರು ತಮ್ಮ ದೃಷ್ಟಿಯನ್ನು ಕೆಳಗಿಡಲಿ ಮತ್ತು ತಮ್ಮ ಗುಪ್ತಾಂಗಗಳನ್ನು ರಕ್ಷಿಸಲಿ. ಲಾ ಯಖ್ಲೌನ್ನ ರಜುಲುನ್ ಬಿಮ್ರಾಅತಿನ್ ಇಲ್ಲಾ ಕಾನ ಸಾಲಿಸುಹುಮ ಶೈತಾನ್. ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳಿದ್ದಾರೆ, ತಿರ್ಮುದ್ ಹದೀಸ್, ಯಾವುದೇ ಒಬ್ಬ ಪುರುಷನು ಅನ್ಯ ಸ್ತ್ರೀಯೊಂದಿಗೆ, ಮಹರಂ ಅಲ್ಲದವರೊಂದಿಗೆ ಏಕಾಂತದಲ್ಲಿದ್ದಾಗ ಅವರ ಮೂರನೆಯವನು ಶೈತಾನನಾಗಿರುತ್ತಾನೆ ಎಂದು. ಏಕಾಂತವೇ ಇಂತಹ ಕೆಟ್ಟ ಆಲೋಚನೆಗಳಿಗೆ ಮೂಲ ಕಾರಣ. ಹಾಗಾದರೆ ಇಂಥ ಅನಾಹುತಗಳಿಂದ ನಮ್ಮ ಕುಟುಂಬಗಳನ್ನು ರಕ್ಷಿಸಲು ನಾವು ಏನು ಮಾಡಬೇಕು? ಕಟ್ಟುನಿಟ್ಟಿನ ಗಡಿಗಳನ್ನು ಕಾಯ್ದುಕೊಳ್ಳಿ. ಎಷ್ಟೇ ಹತ್ತಿರದ ಸಂಬಂಧಿಯಾಗಿದ್ದರೂ ಅತಿಯಾದ ಸ್ಪರ್ಶ, ತಮಾಷೆ ಅಥವಾ ಕಸಿವಿಸಿ ಉಂಟು ಮಾಡುವ ನಿಕಟತೆಯಿಂದ ದೂರವಿರಿ. ದಂಪತಿಗಳ ಗಂಡ ಹೆಂಡತಿಯ ಖಾಸಗಿ ಕೋಣೆಗೆ ಹೋಗುವಾಗ ಕಡ್ಡಾಯವಾಗಿ ಬಾಗಿಲು ತಟ್ಟಿ, ಅನುಮತಿ ಪಡೆಯದೆ ಒಳಗೆ ಹೋಗುವ ಅಭ್ಯಾಸ ಮಾಡಿ ಏಕಾಂತವನ್ನು ಕಟ್ಟುನಿಟ್ಟಾಗಿ ತಪ್ಪಿಸಿ. ಮನೆಯಲ್ಲಿ ಮಗಳು ಅಥವಾ ಹೆಂಡತಿ ಇಲ್ಲದಿದ್ದಾಗ
ಅತ್ತೆ ಅಳಿಯಂದಿರು ಇಬ್ಬರೇ ಸುಮ್ಮನೆ ಏಕಾಂತದಲ್ಲಿ ಇರುವುದನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತಪ್ಪಿಸಿ ತೌಬಾ ಪಾಶ್ಚಾತ್ತಾಪನೆ ಗೊತ್ತಿಲ್ಲದೆ ತಪ್ಪು ಹೆಜ್ಜೆ ಇಟ್ಟರೆ ತಕ್ಷಣ ಅಲ್ಲಾಹನಲ್ಲಿ ಅಳುತ್ತಾ ತೌಬಾ ಮಾಡಿ. ಪ್ರವಾದಿಯವರು ಹೇಳಿದ್ದಾರೆ, ಸತ್ಯಸಂಧತೆಯಿಂದ ಪಾಪ ನಿವೇದನೆ ಮಾಡುವವನು ಪಾಪವೇ ಮಾಡದಿರುವವನಂತಾಗಿರುತ್ತಾನೆ. ಇದು ಇಬ್ರು ಮಾಜಾದಲ್ಲಿರುವ ಒಂದು ಹದೀಸ್. ಕೌನ್ಸಿಲಿಂಗ್ ನೆರವು. ಇಂತಹ ಮಾನಸಿಕ ಅಥವಾ ನೈತಿಕ ತೊಂದರೆಗಳಲ್ಲಿ ಯಾರಾದರೂ ಸಿಲುಕಿದರೆ ಮುಚ್ಚಿಟ್ಟು ತಕ್ಷಣ ಅರ್ಹ ಮಾನಸಿಕ ತಜ್ಞ ಅಥವಾ ಕೌನ್ಸಿಲರ್ಗಳ ನೆರವು ಪಡೆಯಿರಿ. ಸಹೋದರ ಸಹೋದರಿಯರೇ, ನೈತಿಕ ಮತ್ತು ಧಾರ್ಮಿಕ ಗಡ್ಡಿಗಳನ್ನು ಕಾಯ್ದುಕೊಂಡಾಗ ಮಾತ್ರ ನಮ್ಮ ಕುಟುಂಬಗಳು ಸುರಕ್ಷಿತವಾಗಿರಲು ಸಾಧ್ಯ. ಈ ವಿಡಿಯೋವನ್ನು ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಶೇರ್ ಮಾಡಿ ಜಾಗೃತಿ ಮೂಡಿಸಿ. ಅಲ್ಲಾಹ್ ರಬ್ಬ್ ಸುಬ್ಹಾನಹು ತಆಲ ನಮ್ಮ ದಾಂಪತ್ಯ ಜೀವನದಲ್ಲಿ ಅಲ್ಲಾಹು ಸಂತೋಷ ನೀಡಲಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.